Hey everybody, welcome back to another video. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ദി ഓൾ ന്യൂ ഹോണ്ട ഡിയോ 125. ഹോണ്ടയുടെ ലൈനപ്പിൽ ഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള വണ്ടി നമുക്കറിയാം, കുറേ നാളായിട്ട് അവരുടെ ലൈനപ്പിൽ ഹോട്ട് സെല്ലിംഗ് ആയിട്ടുള്ള ഒരു സ്കൂട്ടറാണ്. അപ്പോൾ അങ്ങനെ ഹോട്ട് സെല്ലിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്കൂട്ടറിൻ്റെ ഒരു 125 വകഭേദമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഹോണ്ട ഡിയോ 125 എന്ന് പറയുന്നത്. ഓൾറെഡി 110cc മാർക്കറ്റിലുണ്ട്. അതിനോടൊപ്പം തന്നെ കുറച്ച് ഫേസ് ലിഫ്റ്റും എന്ന എൻജിൻ പുതിയതും വെച്ചിട്ടുള്ള ഒരു പുതിയ ഡിയോ ആണ് നമ്മുടെ മുന്നിൽ നിന്നുള്ളത്. അപ്പോൾ ഹോണ്ട ഡിയോൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡിസൈൻ ആയിരുന്നു. ഹെഡ്ലൈറ്റിൻ്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെ ഇതിന് മുന്നേ വന്നിരുന്ന ഹോണ്ട ഡിയോ ആയിട്ട് നമുക്ക് ആ ഷേപ്പിലൊക്കെ നല്ല രീതിയിലുള്ള സാമ്യങ്ങൾ ഫീൽ ചെയ്യും. ഇതിൻ്റെ ഡിസൈൻ ആയിരുന്നു ഇന്നും ഈ വണ്ടിക്കൊരു ഹോട്ട് സെല്ലിംഗ് ആയിട്ടുള്ള ഒരു പദവി കൊടുക്കുന്നത് ഇതിൻ്റെ ഡിസൈൻ തന്നെയായിരുന്നു. കാരണം ബാക്കി എല്ലാ വണ്ടികളും കുറച്ചും കൂടെ ഒരു റൗണ്ടി ഷേപ്പൊക്കെ വരുമ്പോൾ വളരെ ഷാർപ്പ് എഡ്ജ് ആയിട്ട് ഭയങ്കര സ്പോർട്ടി ലുക്കായിട്ട് വന്നിരുന്ന ഒരു വണ്ടിയാണ് ഹോണ്ട ഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ 125 വകഭേദത്തിലേക്ക് വരുമ്പോഴും അവർ അതേ ക്യാരക്ടർ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് എഞ്ചിൻ അപ്ഗ്രേഡ് ചെയ്ത് വന്നിട്ടുള്ളത്. നമ്മൾ ഇന്ന് ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഹോണ്ട 125ൻ്റെ ഏറ്റവും ടോപ്പ് എൻഡ് മോഡലാണ്. അതിൽ സ്മാർട്ട് കീ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ എൻ്റെ കയ്യിലിരിക്കുന്നതാണ് ഈ സ്മാർട്ട് കീ എന്ന് പറയുന്നത്. അതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഞാൻ കൂടുതൽ പറഞ്ഞു തരാം. ഫസ്റ്റ് നമുക്ക് വണ്ടി ചുറ്റും നടന്നിട്ട് എന്തൊക്കെയാണ് വേണ്ട പ്രത്യേകതകൾ നോക്കാം. അപ്പോൾ ഈ വണ്ടിയുടെ കളർ വകഭേദം എന്ന് പറയുന്നത് ബ്ലാക്കും അതേപോലെ തന്നെ ഒരു നാർഡോ ഗ്രേ എന്ന് പറയുന്ന പോലത്തെ ഒരു ഗ്രേ കളർ ഒരു മിക്സ് ആണ്. ഇത് കൂടാണ്ട് ഫുൾ നാർഡോ ഗ്രേ വരുന്നുണ്ട്, റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ വരുന്നുണ്ട്, ബ്ലൂ ആൻഡ് ഒരു മാറ്റ് ബ്ലൂവും ബ്ലാക്കും കോമ്പിനേഷൻ വരുന്നുണ്ട്. അങ്ങനെ പല വിധത്തിലുള്ള ബോഡി കളേർഡ് ആയിട്ടുള്ള വണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബോഡി കളറുടെ കാര്യത്തിൽ നമുക്ക് വൈഡ് വെറൈറ്റി തന്നെയുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട വണ്ടി നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇന്ന് ടെസ്റ്റ് ഡ്രൈവ് ആയിട്ട് വന്നിരിക്കുന്ന വണ്ടി എന്ന് പറയുന്നത് ഈ ഒരു കളർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വണ്ടി കൂടുതലായിട്ട് പരിചയപ്പെടാം. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ ഡിയോൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു ഇങ്ങനത്തെ ഒരു DRL. ഇതിപ്പോൾ ഒരു സ്പ്ലിറ്റ് ടൈപ്പാണ് വന്നിട്ടുള്ളത്. ഇതിനോട് മാച്ച് ചെയ്ത് പോകുന്ന രീതിയിൽ തന്നെ ഒരു വൈസർ കാണാം. അത് ടിൻറ്റഡ് ആണ്, ബ്ലാക്ക് കളറാണ്. നമുക്ക് EVM ഹോണ്ടയാണ് നമുക്ക് വണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരുടെ ലോഗോ ആണ് ഈ ഒട്ടിച്ചിരിക്കുന്നത്. കൂടാണ്ട് ഹോണ്ടയുടെ ലോഗോ ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് പോർഷൻ നമുക്ക് രണ്ട് കളറായിട്ടാണ് വകഭേദം കൊടുത്തിരിക്കുന്നത്. നാർഡോ ഗ്രേ ഇവിടെ വരുന്നുണ്ട്, അതേപോലെ ബ്ലാക്ക് പോർഷൻ ഇവിടെ വരുന്നുണ്ട്. നമ്പർ പ്ലേറ്റ് ഹോൾഡർ സെൻറ്റർ പോർഷനിലാണ് വരുന്നത്. ഈ നമ്പർ പ്ലേറ്റ് ഹോൾഡ് ചെയ്തിരിക്കുന്നത് ഒരു പ്ലാസ്റ്റിക് പോർഷൻ വെച്ചിട്ടാണ്. അതേപോലെ ഹെഡ്ലൈറ്റ് നമ്മൾ കണ്ടുപരിചയമുണ്ട്. കാരണം ഹോണ്ട ഡിയോയിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഫേസ് ലിഫ്റ്റിൽ LED ഹെഡ്ലൈറ്റ് ആണ് വരുന്നത്. കൂടാണ്ട് തന്നെ രണ്ട് ഹാലജൻ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ അത്യാവശ്യം ഫ്രണ്ട് ബസ്സിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഭാഗം തന്നെ ഈ ഹെഡ്ലൈറ്റിൻ്റെ ഈ ഒരു യൂണിറ്റ് കവർന്നെടുത്തേക്ക് എന്ന് പറയാം. കാരണം ഈ ഒരു പോർഷൻ മുതൽ അടിവശം വരെ നമുക്ക് ഇതിൻ്റെ ഡിസൈൻ വരുന്നതുകൊണ്ട് ഫ്രണ്ട് വശം ടോട്ടലായിട്ട് നോക്കുമ്പോൾ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് അതിൻ്റെ ഡിസൈനാണ് കണ്ണിൽ പെട്ടെന്ന് പെടുക. നമ്മൾ ആക്ടിവയിൽ കണ്ടിട്ടുള്ള ഒരു എന്താ പറയുക ഒരു മഡ് ഗാർഡ് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ ടെലിസ്കോപ്പിക് സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട്. സാധാരണ സസ്പെൻഷനിൽ കൊടുക്കുന്ന ഈ റിഫ്ലക്റ്റേഴ്സ് ഇത്തവണ ബോഡിയിൽ തന്നെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അലോയ് വീൽസ് ആണ് വണ്ടിക്ക് വരുന്നത്. കൂടാണ്ട് ഞാൻ പറയുന്നത് ടോപ്പ് എൻഡ് മോഡലാണ്. അപ്പോൾ ഇതിൽ ഡിസ്ക് കൂടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെഡൽ ഡിസ്ക് ബ്രേക്സ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓവറോൾ ആയിട്ട് ഫിറ്റ് ആൻഡ് ഫിനിഷ് നോക്കുമ്പോൾ വണ്ടി വളരെ അടിപൊളിയായിട്ടുള്ളൊരു ഫീൽ ഉണ്ട്. അതേപോലെ തന്നെ ഹാൻഡിൽ പോർഷൻ്റെ ഭാഗങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു മസ്കുലർ ഫീൽ ഉണ്ട്. കാരണം കട്ടൺ ക്രീസ് കൂടുതലായതുകൊണ്ട് ചെറിയൊരു കാർബൺ ഫൈബറിൻ്റെ ഫിനിഷ് ഈ വശത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കണ്ടുപരിചയമുള്ള അതേ സൈഡ് വ്യൂ മിറേഴ്സ് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സൈഡ് പോർഷനിലേക്ക് വരുമ്പോൾ ഡിസൈനൊക്കെ നമ്മൾ കണ്ടുപരിചയമുള്ളത് തന്നെയാണ്. അതിൽ 125 എന്നുള്ളൊരു സ്റ്റിക്കറിങ്ങും കുറച്ച് ഗ്രാഫിക്സും ഇവിടെ വരുന്നുണ്ട്. അടിയിൽ ഹോണ്ടയുടെ ഒരു ഗ്രാഫിക്സ് വരുന്നുണ്ട്. അതിൽ നാർഡോ ഗ്രേ പോലത്തെ ഒരു ഗ്രേ കൊടുത്തിരിക്കുന്നു. ഈ ഉൾവശത്തായിട്ട് നമുക്ക് കാർബൺ ഫൈബർ ഫിനിഷ് കാണാം. ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം കാണാം. ബാറ്ററി പ്ലേസ്മെൻറ്റ് നടുക്കാണ് വരുന്നത്. സീറ്റിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഹോണ്ട ഡിയോയിൽ നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള അതേ സീറ്റ് തന്നെയാണ്. സെയിം വിഡ്ത്തും സെയിം ഹൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് തന്നെയാണ്. അതേപോലെ ഗ്രാബ് റെയിലും നമ്മൾ ഇതിന് മുന്നത്തെ ഹോണ്ടയിൽ കണ്ടിട്ടുണ്ട്. സൈഡിലേക്ക് വരുമ്പോൾ ഡിയോ എന്നുള്ളൊരു ബാഡ്ജിങ്ങും അതേപോലെ H സ്മാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എംബ്ലവും കൊടുത്തിട്ടുണ്ട്. കൂടാണ്ട് തന്നെ ഈ സൈഡ് പോർഷനിലൊക്കെ സാധാരണ പ്ലാസ്റ്റിക് പാർട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെയാണ് പെയിൻറ്റഡ് പാർട്സ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് എക്സോസ്റ്റിലേക്ക് വരാം. ഈ വണ്ടിയുടെ എക്സോസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ട്വിൻ പോർട്ട് എക്സോസ്റ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് അവർ ഫീച്ചറായിട്ട് തന്നെ എടുത്ത് പറയുന്നുണ്ട് അവരുടെ കാറ്റലോഗ് കാര്യങ്ങളിൽ. ഇത് പിന്നെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി ഹീറ്റ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ഭാഗമാണ്. അതിലും ഈ ഒരു സിൽവർ ഫിനിഷ് കൊടുത്തേക്കുന്നുണ്ട്. ഫുഡ് പെഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് മാച്ച് ചെയ്ത് വരുന്നുണ്ട്. ഫുഡ് പെഗ് മെറ്റലാണ് വരുന്നത്. കണ്ടില്ലേ, നല്ല ക്വാളിറ്റി ഉണ്ട്. അതേപോലെ ടിക് ടിക് സൗണ്ടൊക്കെ ഭയങ്കര സോളിഡ് ഫീൽ നമുക്ക് കൊടുക്കുന്നുണ്ട്. ടെയിലൈറ്റിലേക്ക് വരുമ്പോൾ അതും നമുക്ക് പല പല വകഭേദങ്ങളായിട്ട് തിരിച്ചിരിക്കുന്ന രീതിയിലാണ്. ഇത് റിഫ്ലക്ഷനാണ്. രണ്ട് ഇൻഡിക്കേറ്റേഴ്സും അടിയിലായിട്ട് ടെയിൽ ലൈറ്റും കൊടുത്തിരിക്കുന്നത് കാണാം. കൺവെൻഷണൽ ഡിസൈൻ ആയിട്ട് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഒരു ഔട്ട് ഓഫ് ദി ബോക്സ് തിങ്കിങ് ആണ് ഇങ്ങനത്തെ ലൈറ്റിൻ്റെ കാര്യത്തിലൊക്കെ ഹോണ്ട ചെയ്തിട്ടുള്ളത്. അടിയിൽ നമ്പർ പ്ലേറ്റ് ഹോൾഡർ കാണാം. പിന്നെ പുട്ടിന് പീരി ഇടുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെയും ഒക്കെ ആയിട്ട് ഈ കാർബൺ ഫൈബർ ഫിനിഷ് ഉള്ളതുകൊണ്ട്
നമുക്കൊരു പ്ലെയിൻ ഡിസൈൻ ആയിട്ട് തോന്നുന്നില്ല വണ്ടി. എല്ലാ പോർഷൻസും നല്ല രീതിയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫീൽ ഉണ്ട്. ഈ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ വേറെ സ്റ്റിക്കർ കാണാം, ESP എന്ന് പറഞ്ഞിട്ട് എൻഹാൻസ്ഡ് സ്മാർട്ട് പവർ. അതായത് വണ്ടി ഓൺ ആക്കുമ്പോൾ ഇപ്പോൾ ഒച്ചയൊന്നുമില്ലല്ലോ പണ്ടത്തെ പോലെ, ആ ഒരു സിസ്റ്റത്തിൻ്റെ പേരാണ്. ഇനി നമുക്ക് ഹാൻഡിലേക്ക് വരാം. ഹാൻഡിലേക്ക് വരുമ്പോൾ നാർഡോ ഗ്രേയുടെ ആ കളർ സ്കീം ഇതിൽ കൂടെ പോകുന്നുണ്ട്. മീറ്റർ ഒരു T പോലത്തെ ഒരു ഷേപ്പിലാണ് മീറ്റർ, 2 ഡിജിറ്റൽ മീറ്റർ ആണ് വരുന്നത്. സ്വിച്ച് സെറ്റിലേക്ക് വരുന്ന സമയത്ത് നമുക്കിവിടെ ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോള്, ഇൻഡിക്കേറ്റർ, ഹോണ് കാണാം. ഈ വശത്ത് വരുന്നതാണ് വണ്ടി ട്രാഫിക്കിൽ നമ്മളൊരു കുറച്ച് നേരത്തേക്ക് നിർത്തിയിടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓഫ് ആവുകയും പിന്നെ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് ഓൺ ആവുന്ന ഒരു ഫീച്ചർ ഉണ്ട്. അതിൻ്റെ പേര് ഞാനിപ്പോൾ സ്ക്രീനിൽ കൊടുത്തേക്കാം. ആ ഫീച്ചർ ഓൺ ആക്കുന്ന സ്വിച്ചാണ് ഇത്. അത് നമുക്ക് ഓൺ ഓഫ് സ്വിച്ച് ആണ്. നമുക്ക് ഓൺ ആക്കിയിടണമെങ്കിൽ ഓൺ ആക്കിയിടാം, ഓഫ് ആക്കണമെങ്കിൽ ഓഫ് ആക്കാം. ഈ ഒരു പോർഷൻസ് ഒക്കെ നല്ലൊരു ഗ്ലോസി ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഹോണ്ടയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കളർ സ്കീം ഏകദേശം ഈ ഒരു സെൻറ്റർ പോർഷൻ വരെ കടന്നു വരുന്നുണ്ട്. നമുക്ക് ഈ സൈഡിൽ ഒരു പോക്കറ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. കൂടാണ്ട് തന്നെ ഇവിടെ കിറ്റൊക്കെ തൂക്കിടാൻ പറ്റിയിട്ടുള്ള ഒരു കൊളുത്ത് വരുന്നുണ്ട്. ഇവിടെ മാത്രമല്ല ഈ അടിവശത്തും വരുന്നുണ്ട്. അത് ടക്കിൻ ചെയ്തിരിക്കുന്ന രീതിയിലാണ്, കണ്ടില്ലേ, ഇങ്ങനെ പുറത്തേക്ക് എടുക്കുന്ന രീതിയിലാണ് അതും ഒന്ന് കൊടുത്തിട്ടുണ്ട് കമ്പനി. ഇനി നമുക്ക് മീറ്ററിലേക്ക് വരാം. മീറ്ററിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കീയുടെ കാര്യം സംസാരിക്കേണ്ടതുണ്ട്. ഇതാണ് ഹോണ്ടയുടെ സ്മാർട്ട് കീ എന്ന് പറയുന്നത്. ഇതിൽ 2 സ്വിച്ചസ് ആണുള്ളത്. ഒന്ന് പെയർ സ്വിച്ച്, അതായത് ഈ ഒരു സ്വിച്ച് അമർത്തിക്കൊണ്ട് നമുക്ക് ഈ സ്കൂട്ടറിനെ ഈ റിമോട്ടായിട്ട് പെയർ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ബ്ലിങ്ക് ആണ്. അതായത് നമ്മളിപ്പോൾ ഒരു മാളിലാണെന്ന് വിചാരിക്കുക, നമ്മുടെ വണ്ടി ഇരുട്ടത്ത് അല്ലെങ്കിൽ മനസ്സിലാവണില്ല നമ്മുടെ വണ്ടി ഏതാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ സ്വിച്ച് പിടിച്ച് അമർത്തി കഴിഞ്ഞാൽ കണ്ടില്ലേ ലൈറ്റപ്പ് ആവും. അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടി കണ്ടുപിടിക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഹെൽപ്പ്. ഇനി ഇതിൻ്റെ ഇഗ്നിഷൻ സിസ്റ്റം ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇത് നമ്മുടെ കാറിൽ വരുന്ന അതേ സെറ്റപ്പാണ്. അതായത് വണ്ടിയിൽ നിന്ന് 2 മീറ്ററിൻ്റെ ഒരു സർക്കിളിൽ നമ്മൾ ഉണ്ടെങ്കിൽ വണ്ടി ഓട്ടോമാറ്റിക്കലി ഇഗ്നിഷൻ ഓൺ ആയിട്ടിരിക്കും. അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ റിമോട്ട് നമ്മൾ ഹോൾഡ് ചെയ്യുക. ഈ കാണുന്നതാണ് ഇതിൻ്റെ ഒരു ഇഗ്നിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള കൺവെൻഷണൽ സെറ്റപ്പ് അല്ല. ഈ ഫ്യൂവൽ സീറ്റ് ചെയ്തേക്കണപ്പോൾ മനസ്സിലായത് ഇത് ഓപ്പൺ ചെയ്യാനുള്ളതാണെന്ന്. അപ്പോൾ ഇതിലാണ് ഇതിൻ്റെയൊക്കെ കൺട്രോൾ വരുന്നത്. ഈ കീ ആണ് ഇതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത്. അതായത് ഇത് പ്രസ് ചെയ്തിട്ട് ഒരു പ്രാവശ്യം തിരിച്ചു കഴിഞ്ഞാൽ, അത് റൈറ്റ് സൈഡിലേക്ക് ഒരു പ്രാവശ്യം തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് അല്ലെങ്കിൽ ഫ്യൂവൽ സീറ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ സീറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സീറ്റ് തന്നെയാണ്. ഒരു ഫേസ് ഹെൽമെറ്റ്, അതായത് ഫ്രണ്ട് ഓപ്പൺ ഹെൽമെറ്റ് ഒക്കെ നമുക്ക് സുഖമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ സ്ഥലങ്ങളിലൊന്നും നമുക്ക് സാധനങ്ങളൊന്നും വയ്ക്കാൻ പറ്റില്ല. അത്രയും സ്ഥലം ഒരു വേസ്റ്റ് ആയ പോലെ, അല്ലെങ്കിൽ ഇതിൻ്റെ അടിയിൽ കുറേ ഇലക്ട്രോണിക് കമ്പോണൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഫ്യൂൽ ഇഞ്ചക്ഷൻ്റെ മോട്ടറൊക്കെ അവിടെയാണ് വരുന്നത്. ഫ്യൂവൽ ലിഡ് വരുന്നത് പുറത്താണ്. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്യൂവൽ എന്നുള്ളതിൽ അമർത്തി കഴിഞ്ഞാൽ കണ്ടില്ലേ ഫ്യൂവൽ ലിഡ് ഓപ്പൺ ആയി. ഇത് സ്പ്ലിറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് തുറന്നാലും നമ്മൾ കൈ കൊണ്ട് തന്നെ ഇതിൻ്റെ ക്യാപ്പ് ക്ലോസും ഓപ്പൺ ചെയ്യുന്ന സെറ്റപ്പ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വെള്ളം ഒക്കെ കയറാണ്ടിരിക്കാനുള്ള ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഇങ്ങനെ കൊടുത്തിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ഫ്യൂവൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതും ലോക്കാണ്. അപ്പോൾ ഈ ഇഗ്നിഷനിൽ ഫ്യൂവൽ സീറ്റിൻ്റെ ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണാം. ഇനി ഇഗ്നിഷൻ ഓൺ ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഒന്നും കൂടെ തിരിക്കുക. അപ്പോൾ മീറ്റർ ഓൺ ആയിട്ട് നമുക്ക് വരുന്നത് കാണാൻ പറ്റും. ഇനി മീറ്ററിലെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മുകൾ വശത്താണ് ഇൻഫർമേഷൻസ് ആയിട്ടുള്ള ഫ്യൂൽ ഇഞ്ചക്ഷൻ്റെ സൈനും ഇൻഡിക്കേറ്ററിൻ്റെ സൈനും. അത് ഇക്കോ മോഡിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഗ്രീൻ 3 ലൈറ്റ് ഇവിടെ കത്തും. അതൊക്കെ കൊടുത്തിരിക്കുന്നത് ഈ വശത്താണ്. ഒരു നെഗറ്റീവ് ടൈപ്പ് ഡിസ്പ്ലേ ആണ് ഈ സെൻട്രൽ പോർഷനിൽ വരുന്നത്. അവിടെ നമുക്ക് സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേഷനും കിലോമീറ്ററും RPM കാര്യങ്ങളൊക്കെ അവിടെ കാണാം. ഈ ഡിജിറ്റലിലാണ് നമുക്ക് ട്രിപ്പ് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മൾ 165 കിലോമീറ്റേഴ്സ് ഓടിയിരിക്കുന്ന വണ്ടിയാണ്. 9:50 ടൈം കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ട്രിപ്പ് കാണിക്കുന്നുണ്ട്. നമ്മുടെ ആവറേജ് മൈലേജ് കാണിക്കുന്നുണ്ട്. അതുപോലെ ആവറേജ് എത്ര ഫ്യൂവലും കൊണ്ട് ഓടും എന്നുള്ളതും കാണിക്കുന്നുണ്ട്. ഇൻഡിക്കേറ്ററിൻ്റെ വാർണിങ്സ് നമുക്ക് ഈ 2 സൈഡിലായിട്ടാണ് വരുന്നത്. അതേപോലെ ഹെഡ്ലൈറ്റിൻ്റെ ലൈറ്റ് ഇവിടെ വരുന്നു. സ്ക്രീൻ ടോഗിൾ ചെയ്യാനുള്ള സ്വിച്ച് ഈ വശത്താണ് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇഗ്നിഷൻ സ്വിച്ചിൽ നമുക്ക് ചെയ്യാനുള്ളത് ഹാൻഡിൽ ലോക്കാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രസ് ചെയ്യുക. ഹാൻഡിൽ ഫുൾ ഒടിഞ്ഞിരിക്കണം. പ്രസ് ചെയ്ത് ഹാൻഡിൽ ലോക്കിലാണ് വണ്ടി. അപ്പോൾ ഹാൻഡിൽ ലോക്ക് ഞാൻ പറഞ്ഞു ഇവിടുന്ന് ഫുൾ റൈറ്റിലേക്ക് തിരിച്ച് ഹാൻഡിൽ ലോക്കാണ്. അത് റിലീസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് നേരെ താഴത്തേക്ക് വരിക. അപ്പോൾ നോർമൽ പൊസിഷനിലെത്തി അവിടെ നിന്ന് പ്രസ് ചെയ്യുക. വലത്തേക്ക് 2 തിരി തിരിച്ച് കഴിഞ്ഞാൽ ഇഗ്നിഷൻ ഓണായി. ഇനി വണ്ടി ഓൺ ആക്കണം എന്നുണ്ടെങ്കിൽ കണ്ടില്ലേ സ്റ്റാർട്ട് ഓപ്ഷൻ ഇത് തന്നെയാണ്. അപ്പോൾ ഹോണ്ട ഡിയോ 125ൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ബാക്കിലെ സസ്പെൻഷൻ കാണാൻ സാധിക്കും. ഇത് നോർമൽ സസ്പെൻഷനാണ്. അതിൽ റെഡ് കളർ സ്പ്രിങ് കൊടുത്തിരിക്കുന്നത് കാണാം. ബ്രേക്കിംഗ് വരുന്നത് ഡ്രം ബ്രേക്ക് ആണ്. ബാക്കിൽ സിയറ്റിൻ്റെ ടയറാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ സെൻറ്റർ സ്റ്റാൻഡും കാണാം. അതേപോലെ തന്നെ നമുക്ക് സൈഡ് സ്റ്റാൻഡ് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു ലെഫ്റ്റിൽ ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് പറയേണ്ടത് എഞ്ചിൻ സ്പെസിഫിക്കേഷൻ ആണ്. ഹോണ്ട ഡിയോ 125ൽ വരുന്നത് ഒരു 123cc PGM F5 ഫ്യൂൽ ഇഞ്ചക്ഷനോട് വരുന്ന 4-stroke സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ്. ഇതിൻ്റെ പവർ ഫിഗേഴ്സ് എന്ന് പറയുന്നത് 6 PS പവറും
10 NM ടോർക്കാണ് വണ്ടിക്ക് വരുന്നത്. അതിൽ 10 NM ടോർക്ക് നമുക്ക് 5000 RPM കിട്ടും എന്നുള്ളത് കൊണ്ട് തന്നെ സിറ്റി റൈഡുകൾക്കും കാര്യങ്ങൾക്കൊക്കെ വണ്ടി നല്ല പവർഫുൾ ആയിരിക്കും. ഇനി നമുക്ക് വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ട് ഒന്ന് കേട്ട് നോക്കാം. വണ്ടി നമുക്ക് GoPro സെറ്റപ്പിൽ വണ്ടിയുടെ സൗണ്ട് കേൾപ്പിച്ചു തരാം. കാരണം വണ്ടി സൈഡ് സ്റ്റാൻഡ് ഉള്ളതുകൊണ്ട് തന്നെ വണ്ടി ഓൺ ആവില്ല. സൈഡ് സ്റ്റാൻഡ് റിലീസ് ചെയ്താൽ മാത്രമേ വണ്ടി ഓൺ ആവുള്ളൂ. പിന്നെ ഹോണ്ട ഡിയോ 125ൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാം നമുക്ക്. അതിനാദ്യം ഇഗ്നിഷൻ ഓൺ ആക്കുക, ബ്രേക്ക് പിടിക്കുക, അങ്ങനെ സൈലൻസ് സ്റ്റാർട്ടാണ് വണ്ടി വരുന്നത്. കണ്ടില്ല, ഈ രീതിയിലുള്ള സൗണ്ടാണ് വണ്ടിക്ക് വരുന്നത്. ഇനി ഇപ്പോഴത്തെ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് ഈ E20 എന്ന് പറയുന്നത്. E20 എന്ന് പറഞ്ഞാൽ എഥനോളാണ്. അതായത് പുതിയ ഗവൺമെൻറ്റിൻ്റെ റൂൾ അനുസരിച്ച് ഫ്യൂവലിൽ ഒരു ലിമിറ്റ് എഥനോൾ മിക്സിങ് വരുന്നുണ്ട്. അപ്പോൾ ഈ വണ്ടിയിൽ E20 എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റാൻഡേർഡ് വരെയുള്ള എഥനോൾ മിക്സിങ് ഫ്യൂവൽ യൂസ് ചെയ്യാം. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നുള്ളതാണ് പറയുന്നത്. ചെളി തെറിക്കുന്ന കാര്യത്തിൽ ഇവിടെ ഒരു ഹഗ്ഗർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ നമുക്ക് ചെളി തെറിക്കുന്ന പ്രൊട്ടക്ഷൻ വണ്ടി കിട്ടുന്നതാണ്. അപ്പോൾ ഇത്രയുമായിരുന്നു വണ്ടിയുടെ ഓവറോൾ ആയിട്ടുള്ള ഒരു വോക്ക് അറൗണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് വണ്ടി ഓടിച്ച് നോക്കിയിട്ടാണ് വേണ്ട ബാക്കി കാര്യങ്ങൾ അറിയേണ്ടത്. അത് നമുക്ക് ഇനി വണ്ടി ഓടിച്ച് നോക്കിയിട്ട് പറയാം എങ്ങനെയുണ്ട് അതിൻ്റെ പെർഫോമൻസ്, എങ്ങനെയുണ്ട് ബ്രേക്കിംഗ് എന്നുള്ള കാര്യം. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി ഓടിച്ചിട്ടുള്ള റിവ്യൂയിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇനി അടുത്തത് ഡിയോ 125 ഒന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ ഡിയോ 125ൻ്റെ ഫീച്ചേഴ്സായിട്ട് നമുക്ക് ഇനി ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിക്ക് വരുന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് പറയുന്നത് 171 mm ആണ്. അതേപോലെ വണ്ടിയുടെ വെയിറ്റ് വരുന്നത് 104 കിലോ ആണ്. സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് 708 mm ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 5.4 ഹൈറ്റ് ഉള്ളതും അല്ലെങ്കിൽ താഴെയുള്ളവർക്കും സുഖമായിട്ട് വണ്ടി കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വണ്ടിയുടെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ സൗണ്ട്, ബ്രേക്കിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പറയാം. അപ്പോൾ നമുക്കിനി വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വണ്ടി കയറി ഒന്ന് ഇരുന്ന് നോക്കാം. അപ്പോൾ ഡിയോ 125ൽ കയറി ഇരിക്കുമ്പോൾ നമുക്കിത് ഒരു 5.4 ഹെറ്റിൽ എനിക്ക് പ്ലാന്റഡ് ഫുഡ് അല്ല, പക്ഷേ ഉപ്പൂറ്റ് പൊന്തേരം നമുക്ക് നന്നായിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നമുക്കിനി സൈഡ് മിറേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഈ 2 പോർഷൻ വരെ കൈ മറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള വശത്തേക്കായിരിക്കും നമുക്ക് വിസിബിലിറ്റി ഉണ്ടാവുക. മീറ്ററൊക്കെ അത്യാവശ്യം നല്ലപോലെ വിസിബിളാണ്. ഇത്രയും വെയിലത്തും നമുക്ക് ക്യാമറയിൽ എത്രത്തോളം പിടിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ കണ്ണുകൊണ്ട് കാണുന്ന സമയത്ത് നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. അതേപോലെ തന്നെ ഈ പോക്കറ്റ്സൊക്കെ സാധനങ്ങൾ ഫോണൊക്കെ വെച്ചാൽ എടുക്കാനൊക്കെ എളുപ്പമാണ്. അത്യാവശ്യം റീച്ച് ചെയ്യാവുന്ന ഒരു ദൂരത്തിലാണ് ഇതൊക്കെ ഇരിക്കുന്നത്. നമുക്ക് കാല് കയറ്റി വയ്ക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഒരു L ഷേപ്പാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും കംഫർട്ടബിൾ ആണ്. പിന്നെ അത്യാവശ്യം സ്പേസ് ഉണ്ട്. കാലിരിക്കുകയാണെന്നുണ്ടെങ്കിലും കണ്ടോ, എൻ്റെ ഒരു 9 എൻ്റെ ഷൂവിൻ്റെ സൈസ് വരിക. അപ്പോൾ അത് ഇത്രയും സ്പേസ് മാത്രം ഓക്യുപ്പൈ ചെയ്യുള്ളൂ. ഇനിയും സ്പേസ് ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും ഉള്ളതുകൊണ്ട് തന്നെ സാധനങ്ങൾ വെക്കാനും കാല് വെക്കാനായിട്ടും ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. പിന്നെ ചെറിയ പ്രൊട്ടക്ഷൻ പോലെ ഈ സൈഡിലേക്ക് കുറച്ച് ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് വിൻ പ്രൊട്ടക്ഷൻ കാലുമേക്കുള്ളത് നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയുമാണ് വണ്ടിയുടെ ടോട്ടലായിട്ടുള്ള കാര്യങ്ങൾ. നമുക്കിനി വണ്ടി ഓടിച്ച് നോക്കാം. അപ്പോൾ വണ്ടി ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ ബ്രേക്ക് പിടിക്കുക, സൈഡ് സ്റ്റാൻഡ് തട്ടായിട്ടുണ്ടാവണം. ഇവിടെ സൈഡ് സ്റ്റാൻഡിൻ്റെ ഇൻഡിക്കേഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ അത് കണ്ടാൽ നമുക്കറിയാമല്ലോ. അപ്പോൾ തട്ടി കഴിയുമ്പോൾ ഓഫായി. ഇനി ബ്രേക്ക് പിടിക്കുക. ഈ സ്വിച്ചിൻ്റെ ഏറ്റവും അടിയിലേക്കാണ് സ്റ്റാർട്ട്. അപ്പോൾ കണ്ടല്ലേ, ഇങ്ങനെയാണ് വണ്ടി സ്റ്റാർട്ടാവുന്നത്. RPM മീറ്റർ 2 വശത്തേക്കും കണ്ടല്ലേ കയറുന്ന രീതിയിലാണ് ഡിസൈൻ. അപ്പോൾ അതൊക്കെ അടിപൊളിയായിട്ടുണ്ട് ചെയ്തേക്കുന്നത്. ചെറിയൊരു എക്സ്റ്റൻഷൻ ഇങ്ങോട്ടുള്ളതുകൊണ്ടും നമുക്ക് വണ്ടി കുറച്ച് എന്തോ ഒരു വണ്ടിയുടെ ഉള്ളിലിരുന്ന് ഓടിക്കുന്ന ഒരു ഫീൽ നമുക്ക് ചെറുതായിട്ട് കിട്ടുന്നുണ്ട്. എന്നാൽ വിസിബിലിറ്റി കുറവില്ല. അപ്പോൾ നമുക്ക് വണ്ടി ഓടിച്ചിട്ട് വരാം. ഇനീഷ്യലായിട്ട് കൈ കൊടുക്കുന്ന സമയത്ത് അത്യാവശ്യം പഞ്ചായിട്ടുള്ളൊരു പെർഫോമൻസാണ് വണ്ടി കിട്ടുന്നത്. ഇപ്പോൾ ഈ ടൈൽസിൽ കൂടെ നമ്മൾ ഓടിക്കുമ്പോഴും ടെലിസ്കോപ്പിക് ആയിട്ടുള്ള സസ്പെൻഷൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഡാമ്പിങ് എടുക്കുന്നുണ്ട് വണ്ടി. കണ്ടില്ലേ, കൈ കൊടുക്കുമ്പോൾ വണ്ടിയുടെ സ്പീഡ് കയറുന്നൊരു കണ്ടോ. അത്യാവശ്യം നല്ല പ്രോഗ്രസീവായിട്ടുള്ളൊരു പെർഫോമൻസാണ് കിട്ടുന്നത്. എന്നാൽ കൈ കൊടുക്കുന്നതനുസരിച്ച് പെട്ടെന്ന് സ്പീഡ് ഗെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓടിക്കൽ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു വണ്ടി തന്നെയാണ് നമ്മുടെ ഡിയോ 125 എന്ന് പറയുന്നത്. അതേപോലെ ഓടിക്കുന്ന സ്റ്റൈൽ അനുസരിച്ച് നമ്മൾ ഇവിടെ നോക്കുക. ആക്സിലേറ്റർ ഇപ്പോൾ ഞാൻ അത്യാവശ്യം കൈ കൊടുത്തേക്കാണ്. ഇല്ലാന്ന സമയത്ത് നമുക്ക് കണ്ട ഈക്കോ മോഡ് ഇവിടെ നമുക്ക് ഇൻഡിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ അതായത് നമുക്ക് മൈലേജ് വേണമെങ്കിൽ ഇത് നോക്കി ഓടിച്ചാൽ മതി. പിന്നെ ഈ സ്വിച്ച് ഓൺ ആണ്. അതായത് ട്രാഫിക്കിൽ നിർത്തുമ്പോൾ വണ്ടി ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ഓൺ ആക്കി ഇട്ടേക്കണോണ്ടാണ് ഈ A എന്നുള്ളൊരു സിമ്പിൾ ഇവിടെ കത്തി കിടക്കുന്നത്. വണ്ടിക്ക് ടയർ അത്യാവശ്യം നല്ല സൈസിൽ വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ കണ്ടല്ലേ, ഇങ്ങനെ കൊണ്ടുപോകാനൊക്കെ വളരെ കംഫർട്ടബിളാണ്. അതേപോലെ
സസ്പെൻഷൻ്റെ ഗുണം പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഫ്രണ്ടിലെ ടെലിസ്കോപ്പ് സസ്പെൻഷൻ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡാമ്പിങ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചെറിയ ചെറിയ റോഡുകളിലുള്ള പോത്ത് ഹോൾസോ അല്ലെങ്കിൽ ഡ്രൈനേജിൻ്റെ മുകളിലൂടെ കയറി പോകുന്ന സമയത്തൊന്നും നമുക്ക് ഫ്രണ്ടിൽ നിന്ന് അത്ര വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ബാക്കിൽ ഏതൊരു സ്കൂട്ടറും പോലെ തന്നെ സ്റ്റിഫർ സൈഡിലേക്കാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിൽ വീല് വന്ന് കുഴിയിൽ ചാടുന്ന സമയത്ത് അത് നമുക്ക് അത്യാവശ്യം അറിയാൻ സാധിക്കുന്നുണ്ട്, കുറച്ച് സ്റ്റിഫർ സൈഡ് ആയതുകൊണ്ട്. സസ്പെൻഷൻ്റെ വശത്തൊക്കെ അടിപൊളിയായിട്ടുള്ള പെർഫോമൻസാണ് ഫ്രണ്ടിൽ കിട്ടുന്നത്. പിന്നെ ഈ സ്കൂട്ടേഴ്സ് എല്ലാവരും തന്നെ നമുക്ക് സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ ഏകദേശം ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഒരു ഏകദേശം ഒരേ സ്വഭാവം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏത് സ്കൂട്ടർ ഓടിച്ചാലും ഏകദേശം ഒരേപോലെയുള്ള പെർഫോമൻസ് നമുക്ക് അറിയാൻ സാധിക്കും. ബ്രേക്കിങ് ഈ വണ്ടിക്ക് വരുന്നത് ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രമ്മാണ്. ഫ്രണ്ടിൽ ഇപ്പോൾ നമ്മൾ കുറച്ച് നേരം മുന്നേ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫ്രണ്ടിലത്തെ വണ്ടി ലൈൻ കട്ട് ചെയ്തപ്പോൾ പിടിച്ചപ്പോൾ കണ്ടിട്ടുണ്ടാവും. അത്യാവശ്യം പഞ്ചിയാണ്. നമുക്ക് പെട്ടെന്നുള്ള ഒരു ബൈറ്റിംഗ് അല്ല നമുക്ക് കിട്ടുന്നത്, പക്ഷേ പ്രോഗ്രസീവ് ടൈപ്പാണ്. അതായത് ഇങ്ങനെ ബൈറ്റ് കൂടി വരുന്ന സെറ്റപ്പാണ്. അതേപോലെ ഫ്രണ്ടിൽ പിടിക്കുമ്പോൾ ബാക്കിൽ നമുക്ക് ബൈറ്റിംഗ് കിട്ടുന്നതിൻ്റെ ഫീൽ നമുക്ക് ശരിക്കും ബ്രേക്കിങ്ങിൽ അറിയാൻ പറ്റുന്നുണ്ട്. മെയിനായിട്ട് ഓടിക്കുമ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ആയിരുന്നു വെച്ച് കഴിഞ്ഞാൽ ടയറിൻ്റെ സൈസിൻ്റെ ബെനിഫിറ്റാണ് കേട്ടോ. അതായത് ഇങ്ങനെ സിക്സ് ആഗ് പോലെ ഓടിക്കാനായിട്ട് വണ്ടി നമ്മുടെ കൂടെ നിൽക്കുന്നു എന്നുള്ള രീതിയിലാണ് വണ്ടിയുടെ ഒരു ഓട്ടം എന്ന് പറയുന്നത്. ഇപ്പോൾ എന്താണ് ഹോണ്ട കമ്പനിയിൽ നിന്ന് അറിയണം എന്നുണ്ടെങ്കിൽ ഇതേ നമ്മുടെ ചുറ്റും തന്നെ നോക്കിയാൽ മതി. ഇതേ 1, ഇതേ ഫ്രണ്ടിൽ പോകുന്ന 2 കണ്ടല്ലേ. അത്യാവശ്യം ഹോണ്ട വണ്ടികളുണ്ട് നമ്മുടെ. ഇതേ 3. അപ്പോൾ എണ്ണം പിടിക്കുന്ന ഭാഗത്തിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹോണ്ട വണ്ടികൾ നമ്മൾ കൺമുന്നിൽ തന്നെ ഓടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രത്തോളം ഇഷ്ടമാണ് ആൾക്കാർക്ക് ഹോണ്ട എന്നുള്ളൊരു ബ്രാൻഡ്. കാരണം അതിൻ്റെ റിലയബിലിറ്റിയും അതിൻ്റെ മെയിൻ്റനൻസും അധികം പണി വരുന്നില്ല എന്നുള്ള ഒരു വിശ്വാസവും സ്പെയർ പാർട്സിൻ്റെ അവൈലബിലിറ്റിയാണ് മെയിനായിട്ട് ഹോണ്ടേനെ ഇത്രയും സെയിൽ പിടിപ്പിക്കാനായിട്ടുള്ള കാരണം. അപ്പോൾ ആ ഒരു ബെനിഫിറ്റ് അവർ പുതിയ വണ്ടികൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നവരുടെ ആൾക്കാർക്ക് ആ വിശ്വാസം ഓൾറെഡി ഉള്ളതുകൊണ്ട് നല്ല സെയിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ അതാണ് ഈ ഡിയോൻ്റെയും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആക്ടിവയുടെ ഒക്കെ കാര്യത്തിൽ ഏറ്റവും ഇതിനൊക്കെ അപ്പുറം വരുന്നതാണ് ഇതിൻ്റെ റീസെയിൽ വാല്യൂ എന്ന് പറയുന്നത്. എപ്പോൾ കൊടുത്താലും മിനിമം ക്യാഷ് ഗ്യാരണ്ടി ആണെന്നുള്ളത് കൊണ്ട് തന്നെ. ഇപ്പോൾ യൂട്ടേൺ എടുത്തപ്പോൾ കണ്ടില്ലേ, വണ്ടി ചുമ്മാ ഒരൊറ്റ നിപ്പിൽ കറക്കി എടുത്തിട്ട് പോരാൻ പറ്റുന്ന രീതിയിൽ അത്രയും കോൺഫിഡൻസ് ആണ് ഈ വലിയ ടയർ നമുക്ക് തരുന്നത്. അതുപോലെ തന്നെ കൈ കൊടുക്കുമ്പോഴും കണ്ടില്ലേ നല്ല രീതിയിൽ പോകുന്നു. ഇനി പെട്ടെന്ന് ബ്രേക്ക് പിടിക്കണം, കണ്ടില്ലേ. നമുക്ക് ഏത് രീതിയിൽ വണ്ടീനെ നമുക്ക് പുഷ് ചെയ്താലും നമുക്ക് വണ്ടി അണ്ടർ കൺട്രോളാണെന്നുള്ള എല്ലാ കോൺഫിഡൻസും പുതിയ ഡിയോ തരുന്നുണ്ട്. കളർ സ്കീം ഞാൻ പറഞ്ഞു, നല്ല വൈഡ് വെറൈറ്റി കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ എനിക്ക് പേഴ്സണലി ഇഷ്ടമായത് ഫുൾ നാർഡോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വണ്ടി എനിക്ക് ഇഷ്ടമായി. അതിൻ്റെ ഫോട്ടോ ഞാൻ ഇപ്പോൾ ഇട്ടേക്കാം. അത് പറഞ്ഞാൽ ഷോറൂമിൽ ഡെലിവറിക്ക് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു കളർ ഷെയ്ഡാണ്. ഇനിയിപ്പോൾ ഇത് വണ്ടി കൈ കൊടുക്കുമ്പോൾ നോക്കോളൂ, കണ്ടില്ലേ കയറി പോകുന്ന ഒരു പെർഫോമൻസ് ഉണ്ടോ. അപ്പോൾ ഓവറോളായിട്ട് വണ്ടിയുടെ എൻജിൻ പെർഫോമൻസ് വൈസ് ആണെങ്കിലും കംഫർട്ട് വൈസ് ആണെന്നുണ്ടെങ്കിലും ഇനി വണ്ടി എടുത്ത് ഞാൻ ആഫ്റ്റർ സെയിൽ സർവീസ് ആണെങ്കിലും എല്ലാം കൊണ്ടും നമ്മുടെ ആ ഒരു ടിക്കുകളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ബ്രാൻഡും അതിൻ്റെ പ്രൊഡക്ട്സുമാണ് ഹോണ്ട എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിന് മുന്നേ ഉണ്ടായിരുന്ന എല്ലാ കോൺഫിഡൻസോടു കൂടി തന്നെ ഓൺ ചെയ്യാൻ പറ്റുന്ന എന്നാൽ അത്യാവശ്യം പുതിയതായിട്ടുള്ള ലേറ്റസ്റ്റ് വരുന്ന എല്ലാ ഫീച്ചേഴ്സും ഉദാഹരണമായിട്ടുള്ളത് ഇപ്പോൾ ഞാൻ സിഗ്നലിലാണ് വണ്ടി ഓട്ടോമാറ്റിക്കലി ഇത് ഓഫായി ആ എ എന്നുള്ള ലൈറ്റ് ഇത് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. സിഗ്നലായി കൈ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ വണ്ടി വീണ്ടും അടിച്ച് ഓണായി. അപ്പോൾ അങ്ങനത്തെ എല്ലാം വേണ്ട ഇപ്പോഴത്തെ കാലത്ത് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വരുന്ന എന്നാൽ ഹാഷ് ബൂഷ് ആയിട്ടുള്ള ഈ എൻടോർക്ക് പോലുള്ള ഹാഷ് ബൂഷ് ആയിട്ടുള്ള നാവിഗേഷൻ സിസ്റ്റം കാര്യങ്ങളൊന്നും ഇല്ല. എന്തെങ്കിൽ പോലും ഡേ ടു ഡേ ലൈഫിൽ വേണ്ട എല്ലാ ഫീച്ചേഴ്സോടു കൂടിയാണ് പുതിയ ഡിയോ വരുന്നത്. ഈ വേണ്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വേണ്ട എക്സ് ഷോറൂം പ്രൈസ്, ഫിനാൻസിൻ്റെ കാര്യങ്ങൾ, ഷോറൂമിലെ നമ്പർ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് വായിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ റിട്ടേൺ ആയിട്ടുള്ള ഡീറ്റെയിൽസ് വായിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഹോണ്ട ഡിയോ എന്ന് പറയുന്ന 125cc ലേറ്റസ്റ്റ് ലോഞ്ചിൻ്റെ ഒരു റൈഡർ റിവ്യൂ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമൻറ്റിൽ ചോദിക്കാം. അപ്പോൾ എന്നെക്കൊണ്ട് ആവുന്ന വിധത്തിലുള്ള കാര്യങ്ങളും അതേപോലെ എന്തെങ്കിലും അസിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിച്ചോളൂ. എന്നെക്കൊണ്ടാവുന്ന രീതിയിലുള്ള എല്ലാ ഹെൽപ്പ് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു പുത്തൻ വണ്ടിയായിട്ട് കാണാം. അതുവരേക്കും ദിസ് ഈസ് യുവർ രാഹുൽ എജി സൈനിങ് ഓഫ് ഫ്രം ഹോണ്ട ഡിയോ 125. ബൈ ബൈ.